പ്രിയപ്പെട്ടവരെ, ദ ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ ജാഗ്രത സംപ്രേഷണ പരിപാടിയിൽ നമ്മൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന സംപ്രേഷണ പരിപാടിയുടെ 12ാം എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. സത്യാന്വേഷണം, അതാണ് ഈ ട്രൂത്ത് ടാഗ് ചാനലിൻ്റെ പ്രഥമമായ പരിഗണന. സത്യത്തെ കണ്ടെത്തുക. സത്യം പറയുമ്പോൾ പലപ്പോഴും അത് വേദനാജനകമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സ്വീകാര്യമല്ലാതായിരിക്കും. ആർക്കെങ്കിലും സ്വീകാര്യത ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തിൽ നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ സാധ്യമല്ല. സത്യം പറയുമ്പോൾ അതിനകത്ത് വസ്തുതാപരമായിട്ട് ചില കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിൽ അത് അഭിപ്രായമായിട്ട് ശ്രോതാക്കൾക്ക്, പ്രേക്ഷകർക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താം, അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള സംവാദം ആകാം. ഒരു 50 വർഷക്കാലം കൊണ്ട് കണ്ടുപഠിച്ച, നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയ രാഷ്ട്രീയ മാറ്റങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ, സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ, ഇവയൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെയായി, ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു സംവിധാനം നമുക്കൊരു സാധ്യത ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു അന്വേഷണമാണ് നമ്മൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുക. ജാഗ്രത എന്ന ഒരു വാക്ക് ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അലർട്ടായിരിക്കുക. നമ്മുടെ ചുറ്റുപാടുകളോട്, നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളോട്, സാമ്പത്തിക രംഗങ്ങളോട്, രാഷ്ട്രീയ നിലപാടുകളോട് ജാഗ്രത പുലർത്തുക എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. അപ്പോൾ നമ്മളതൊരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അത് വളരെ ഉത്തരവാദപ്പെട്ട ഒരു കടമയാണ്, ഓരോ പൗരൻ്റെയും കർത്തവ്യമാണ്. ആരെങ്കിലും നമുക്ക് ഏൽപ്പിക്കാവുന്ന ഒരു സംഗതി അല്ലാതെ, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വമല്ല. അങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ ചിലപ്പോൾ കുറച്ച് ചരിത്രവും കുറച്ച് ഭൂമിശാസ്ത്രവും എല്ലാം ഇതിനകത്ത് കലർന്നു വരും. അപ്പോൾ അത് ഈ വിഷയത്തിൻ്റെ ബാഹുല്യം കൊണ്ടും സങ്കീർണത കൊണ്ടും നമുക്കിതിനെ ഏതെങ്കിലും ഒരു ചാനലിൽ കൂടെ പറഞ്ഞ് തീർക്കാനായിട്ട് കഴിയില്ല. അവിടുന്നായിട്ടുള്ള ചില സംഭവങ്ങളും അതിനോട് അനുബന്ധിച്ചുള്ള സാഹചര്യങ്ങളും ഒക്കെ കൂടി നമുക്കിതിനകത്ത് ആ രീതിയിൽ നമുക്കിത് പറഞ്ഞു കൊണ്ടുപോകാനാവുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, 1977 AKG മരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ ജനാവലി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള യാത്രയിൽ കൂടി. ഞാനൊന്ന് മംഗലാപുരത്ത് ജോലിയാണ്. ഈ മരണവാർത്ത കഴിഞ്ഞിട്ട് ഞങ്ങൾ മംഗലാപുരത്തു നിന്നും കണ്ണൂരിലേക്ക് ഏതാണ്ട് 50ഓളം പേര്, അന്ന് അവിടുത്തെ CITUവിൻ്റെ പ്രവർത്തകനാണ്. അവിടുത്തെ കർണാടക CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് രാമറാവിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ AKGയുടെ സംസ്കാരം വീക്ഷിക്കാനായിട്ട്, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് കണ്ണൂരിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വിളിച്ച മുദ്രാവാക്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത്. ജനങ്ങൾക്ക് ഈ മുദ്രാവാക്യങ്ങളിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടു. കോൺഗ്രസിൻ്റെ മുഖ്യ മുദ്രാവാക്യങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് ബീഡി തെറുപ്പ് വളരെ പോപ്പുലറായിട്ടുള്ള ജനകീയമായ ഒരു തൊഴിലായിരുന്നു കണ്ണൂർ പ്രദേശം, കണ്ണൂർ, കാസർഗോഡ് ആ പ്രദേശങ്ങളിൽ. പിന്നീട് കേരള ദിനേശ് ബീഡി എന്നുള്ള ഒരു ബ്രാൻഡിൽ ആ ബീഡി അവിടെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ വരികയുണ്ടായി. പിന്നീട് അത് നിന്നുപോയി. ബീഡി പുകവലി നിരോധിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പുകവലി എന്നുള്ളത് കുറ്റകരമായ ഇത് അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ആ ബീഡി തെറുക്കുന്ന തൊഴിലവിടെ നിന്നുപോയി. പിന്നീട് അവരിപ്പോൾ അച്ചാറോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ റബ്കോ എന്നും പറഞ്ഞൊരു സംഗതി അവിടെ കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങി. അതിനും കാര്യമായൊരു വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ AKG ഒക്കെ തുടങ്ങി വെച്ച വിപ്ലവം തൊഴിലാളികളും ബൂർഷകളും നേരിട്ട് നേർക്കുക, അല്ലെങ്കിൽ വർഗസമരത്തിൻ്റെ വഴി. വർഗസമരത്തിൻ്റെ ആ പ്രസക്തി നഷ്ടപ്പെട്ടു പോയി. കാരണം സാമ്പത്തികമായ വലിയ മാറ്റങ്ങൾ വന്നു, സാമൂഹികമായ മാറ്റങ്ങൾ വന്നു, സഖാക്കൾ പലരും തൊഴിൽ ഉടമകളായി. അപ്പം നേർക്കുന്ന രണ്ട് ചേരിയായിട്ട് ആൾക്കാരെ നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ വലിയ വ്യവസായികൾ പാർട്ടിയോട് അനുഭാവികളായി മാറി. അവർ പാർട്ടിയെ സ്വാധീനിച്ചു. പാർട്ടി അവർക്ക് വേണ്ടത്ര ഒത്താശകൾ ചെയ്തു കൊടുത്തു. ഇതൊക്കെ നിങ്ങൾ ഈ കാലഘട്ടങ്ങളിലുള്ള വാർത്തകളിലും ഒക്കെ വായിച്ചിട്ടുണ്ടാകും. അടുത്ത കാലത്തെ ചാനൽ ചർച്ചകളിലൊക്കെ ഈ വിഷയങ്ങൾ കടന്നു വരാറുണ്ട്. അപ്പം അന്ന് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ AKGയുടെ സംസ്കാരം കഴിഞ്ഞ് തിരിച്ച് മംഗലാപുരത്ത് എത്തിയപ്പോൾ സഖാവ് രാമറാവിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളവിടെ ഒരു യോഗം ചേർന്നു, അനുശോചനം അറിയിച്ചു. ആ അനുശോചനത്തിൽ ഞാനൊരു ആവശ്യം അവിടെ ഉന്നയിച്ചു, നിർദ്ദേശം. AKGയുടെ ഭരണയ്ക്കായിട്ട് കർണാടക ഏരിയ മംഗലാപുരത്ത് ഒരു സാംസ്കാരിക കേന്ദ്രം ആരംഭിക്കുക. അന്നാണ്, അതായത് ആ സംസ്കാരം കഴിഞ്ഞു അന്ന് തന്നെ ഞങ്ങളവിടെ യോഗം ചേർന്നു, ഇങ്ങനെ തീരുമാനമെടുത്തു. എല്ലാവരും കൂടെ അത് തീരുമാനത്തെ അംഗീകരിച്ചു. പിറ്റേ ദിവസം തന്നെ നമ്മളതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അതിനൊരു കമ്മിറ്റി ഉണ്ടായി. 10 രൂപയും 5 രൂപ, 10 രൂപ, 20 രൂപ കണക്കിലുള്ള കൂപ്പൺ അടിച്ച് മംഗലാപുരത്ത് ഒരു ലൈബ്രറിയും അതോടനുബന്ധിച്ചുള്ള ഒരു സാംസ്കാരിക കേന്ദ്രവും തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അന്ന് നമ്മൾ ആ പ്രവർത്തനം ആരംഭിച്ചത്. പ്രവർത്തനം ആരംഭിച്ച് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് കണ്ണൂരിൽ നിന്നും പാർട്ടിയുടെ പ്രതിനിധികൾ മംഗലാപുരത്ത് എത്തുകയും ഇതിന് ആധികാരികതയിൽ നിന്നും AKGയെ സംബന്ധിച്ചുള്ള എന്ത് കാര്യത്തിനും തീരുമാനമെടുക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നും അല്ലാതെ ആർക്കും അതിൽ ഇടപെടാൻ അവകാശം ഇല്ലെന്നുള്ള ഒരു നിലപാടെടുത്ത് അവർ ഈ പ്രവർത്തനം അവിടെ മന്ദീഭവിച്ചു. ഞാൻ പറഞ്ഞത് AKG എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്നെങ്കിലും വളരെ ജനകീയനായിരുന്നു. കോൺഗ്രസ്സുകാരാകട്ടെ ഏത് പാർട്ടിയിൽ നിന്ന് ഒരു പാർട്ടി വ്യത്യാസമില്ലാതെ അദ്ദേഹം നടത്തിയ പട്ടിണി ജാഥ, മദ്രാസിലേക്ക് നടത്തിയ പട്ടിണി ജാഥ, ചുരുളുകീരിത്തോടിലെ കുടിയിറക്കിനെതിരായിട്ട് നടത്തിയ നിരാഹാര സത്യാഗ്രഹം, അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹത്തിന് കൂടിയിട്ടുണ്ട്. ആ കാലത്ത് അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്നു. പക്ഷെ അതെല്ലാം വലിയൊരു മുന്നേറ്റമായിട്ട്, ജനകീയ മുന്നേറ്റമായിട്ട് മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ സ്വീകാര്യത, വ്യക്തിത്വം, അദ്ദേഹത്തിന് കാണിച്ചു തന്ന മാർഗത്തിലേക്കുള്ള നമ്മുടെ പ്രതീക്ഷ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ്
നമ്മൾ മംഗലാപുരത്ത് വന്ന ഒരു AKG മെമ്മോറിയൽ സാംസ്കാരിക കേന്ദ്രം തുടങ്ങാനായിട്ട് ആരംഭം കുറിച്ചത്. അതിൽ ബാക്കി എല്ലാവരൊക്കെ മരിച്ചുപോയി. എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ളത് ചാലക്കുടി പ്രദേശത്തു നിന്നുള്ളൊരു പ്രഭാകരൻ ഉണ്ടായിരുന്നു. ചേപ്പാട് ഹരിപ്പാട് പ്രദേശത്ത് രാജേന്ദ്രൻ അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. പാർട്ടിയുടെ സജീവ പ്രവർത്തനമായിട്ട് നിൽക്കുന്നു. ഞാൻ പാർട്ടിയിൽ നിന്നുള്ള ബന്ധമെല്ലാം വിട്ട് സ്വന്തം അഭിപ്രായങ്ങളും എൻ്റെ പ്രവർത്തനങ്ങളും ആയിട്ട് ഞാൻ മുന്നോട്ട് പോയി. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് കാണുന്ന AKG സെൻറ്റർ, AKG പഠന ഗവേഷണ കേന്ദ്രം എന്നാണ് അതിൻ്റെ പേരിട്ടത്. കാരണം ഒരു കൾച്ചർ സെൻറ്റർ, അതൊരു എന്തായാലും പറയുക, നമ്മുടെ ഒരു സൊസൈറ്റി, ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇതിലാണ് ആ കേന്ദ്രം അവിടെ ആരംഭിച്ചത്. അപ്പോൾ AKG സെൻറ്റർ വരുന്നതിന് അന്നത്തെ കോൺഗ്രസ് മന്ത്രിസഭ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ AK ആന്റണി അദ്ദേഹത്തിന് AKGയോടുള്ള ആ ഒരു ബഹുമാനവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ദേശീയ തലത്തിലുള്ള സ്ഥാനവും എല്ലാം വെച്ചുകൊണ്ട് ഒരു പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാനായിട്ട് യൂണിവേഴ്സിറ്റിയുടെ കോമ്പൗണ്ടിൽ 40 സെൻറ്ററോളം സ്ഥലം അന്ന് അനുവദിക്കുകയുണ്ടായി. അതിനാരും എതിർത്തില്ല, എല്ലാവർക്കും അത്രയും സ്വീകാര്യനായിരുന്നു AKG. ആ പഠന ഗവേഷണ കേന്ദ്രം എന്ന് പേര് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ 1-2 മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. ചില ചർച്ചകളും സംവാദങ്ങളൊക്കെ നടത്തി അതോടെ അവിടെ അവസാനിച്ചു. അതിനുശേഷം അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ട് മാറി. പിന്നീട് മറ്റാർക്കും അവിടേക്ക് പ്രവേശനം ഉണ്ടായില്ല. പാർട്ടിക്കാർക്ക് ചെല്ലാം, പാർട്ടിയുടെ അനുഭവങ്ങൾക്കും അത്യാവശ്യം സന്ദർഭങ്ങൾ ചെല്ലാത്തവർക്കാർക്കും ഒരു ഗവേഷണ കേന്ദ്രമായിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠന ശാഖയായിട്ടോ ഒന്നും അത് വളർന്നു വന്നില്ല. അങ്ങനെ വളർന്നു വരാതെ സാമ്പത്തിക ശാസ്ത്രത്തിൽ മാർക്സിസത്തിൻ്റെ പങ്ക് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ദർശനം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു, മറ്റു പല സാമ്പത്തിക ദർശനങ്ങളും സിദ്ധാന്തങ്ങളും ഉണ്ടെങ്കിലും അതോടൊപ്പം ലോകത്തെ ആകെ മാറ്റിമറിച്ച സ്വാധീനിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ചിന്താ പദ്ധതി, അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു കേന്ദ്രം എന്നുള്ളതിലുപരി അതൊരു പാർട്ടിയുടെ സ്വത്തായിട്ടങ്ങ് മാറുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക, രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ 13ാം എപ്പിസോഡിൽ നിങ്ങളോട് കൂടുതലായിട്ട് സംസാരിക്കുന്നതാണ്. അതുവരെ അവർക്കും നന്ദി, നമസ്കാരം.